പൊതുവെ ഒരു ധാരണ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്നാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനം കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് പഠിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, ജോലിയൊന്നും കിട്ടില്ല. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണല്ലോ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ വേണമെന്നുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായിരുന്നു പഠിച്ചത്, എവിടെയായിരുന്നു പഠിച്ചത്? എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പഠിച്ചത് അവിടെ തന്നെയാണ്, 10ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെ തന്നെയാണ്. അതിനുശേഷം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ആരോ UC കോളേജിലായിരുന്നു. UC കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗിന് പോയത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പൊതുവെ ഒരു ധാരണ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്നാണെങ്കിലും എനിക്ക് ഒരു ജോലി കിട്ടി. ആക്ച്വലി അതായത് എഞ്ചിനീയറിംഗ് റിസൾട്ട് വന്ന സമയത്ത് തന്നെ എനിക്കൊരു ജോലി കിട്ടി. ആ ജോലിയിലൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ആ ജോലിയിൽ എൻ്റെ സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈറ്റിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുകയും ഇറാഖ് കുവൈറ്റ് വാർ വന്നപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുന്ന മലയാളികളുടെ കൂട്ടത്തിൽ തിരിച്ച് എറണാകുളത്ത് വരികയും ഒരു വ്യക്തിയായിരുന്നു ശശീന്ദ്രൻ സാർ എന്ന് പറയും. ശശീന്ദ്രൻ സാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ സിവിൽ എഞ്ചിനീയറിംഗ് എക്സ്പോഷർ ആയിരുന്നില്ല. അദ്ദേഹം ജോലി ചെയ്ത് മുഴുവൻ കുവൈറ്റിലാണ്. അപ്പോൾ കുവൈറ്റിലൊന്നും പോവാതെ തന്നെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഒന്നും പോവാതെ തന്നെ അവിടുത്തെ എക്സ്പോഷർ എല്ലാം കിട്ടിയ ഒരാളുടെ കീഴിലൊരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന പോലെ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു വർഷം എന്നുള്ള വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ആ സൈറ്റിലെ വർക്ക് മാനേജ് ചെയ്യുന്നതിനപ്പുറത്ത് എന്നെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനതിന് പ്രിപ്പയർഡ് ആയിട്ട് വേണം ഓരോ ദിവസം അവിടെ ചെല്ലാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പാഷനേറ്റ് ആയിട്ട് ഒരു ജോബിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുത്തതിൽ ശശീന്ദ്രൻ സാറിന് വലിയ പങ്കുണ്ട്. അത് ഇപ്പോഴും ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരു ഘടകമാണ്.